എന്ത് കാര്യം നമ്മൾ നാളെ നാളെ നീളെ നീളെ എന്ന രീതിയിൽ മാറ്റിവെക്കുന്നു. ഹായ് എവ്രിവൺ, ഐ എം ഹുസ്ന അബ്ദുൽ ഖാദർ. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു പുസ്തകത്തെ കുറിച്ചാണ്. ബ്രെയിൻ ട്രേസി എഴുതിയ ഈറ്റ് ദാറ്റ് ഫ്രോ, 21 Great Ways to Stop Procrastinating and Get More Done in Less Time. ഇതിൽ അദ്ദേഹം ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മാറ്റിവെക്കൽ അഥവാ നീട്ടിവെക്കൽ എങ്ങനെ ഒഴിവാക്കാം. നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുവാനുള്ള സമയം എത്തുമ്പോൾ നമുക്ക് തോന്നും നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ അതിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ അദ്ദേഹം തവളകളോടാണ് ബന്ധിച്ചത്. ആ ചെയ്യേണ്ട കാര്യങ്ങളെ തവളകളായിട്ട് കാണും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്ന് കരുതുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ അതിനെ നീട്ടി കൊണ്ടുപോകും. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് ഏറ്റവും അഗ്ലിയസ്റ്റ് ഫ്രോഗായിട്ട് കരുതുക. നമുക്ക് ഫ്രോഗിനെ തിന്നാൻ തരികയാണ്, ഫ്രോഗിനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ തവളകളെ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള തവളേനെ കഴിക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണോ അതിനെ നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഓരോ ഫ്രോഗും ലൈവാണ്, അതായത് ജീവനുള്ള ഓരോ തവളകളെയാണ്. നമ്മൾ വെറുതെ അതിനെ നോക്കി നിന്ന് ഇതിനെ എങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച് അതിനെ തന്നെ നോക്കി നിന്നാൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ അവർ ചെയ്യണമല്ലോ എന്ന് കരുതി നിന്നാൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. നമ്മളത് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞത്, ചെറിയ ചെറിയ തവള കുഞ്ഞുങ്ങളെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല. വലിയ തവള കുഞ്ഞുങ്ങള് ഓരോ ദിവസം ചെല്ലുന്നോളും എന്താ ചെയ്യുന്നത്, അവ വലുതായി വരിക ചെയ്യുന്നത്. ഓരോ ദിവസം ഡേ ബൈ ഡേ കഴിയുന്നതോളും അത് ഭക്ഷണം കഴിച്ച് ചെറിയതിൽ നിന്നും വലുതിലോട്ട് മാറുക ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ചെറിയൊരു കാര്യം, പിന്നീട് നമ്മളത് നീട്ടി കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ വലുപ്പത്തിൽ അത് ആയി മാറാറുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പല ടെക്നിക്കുകളും ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കുക. നല്ലൊരു പുസ്തകമാണ് ബ്രെയിൻ ട്രേസിയുടെ.